ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ സാംസങ് യൂസേഴ്സിന് ആക്ച്വലി ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ One UI 8 ഉണ്ടല്ലോ, 7 തന്നെ ഇപ്പോൾ എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് One UI 7 ഭയങ്കരമായിട്ട് ലേറ്റായി. നമ്മുടെ S25 സീരീസ് ഒഴിച്ച് ബാക്കിയുള്ള ഡിവൈസുകൾക്കും ഇത് റോൾ ഔട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ലേറ്റായി ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ One UI 8 വേർഷൻ അവർ ആക്ച്വലി ഈ കുറച്ച് മാസങ്ങൾക്കുള്ള തന്നെ റോൾ ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർ ഓൾറെഡി അവരുടെ എലിജിബിൾ ഡിവൈസുകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ One UI 8 എന്ന് പറയുമ്പോൾ Android 16 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജൂണിൽ തന്നെ ഗൂഗിൾ Android 16 പുറത്തേക്ക് വിടുന്ന പറഞ്ഞിരിക്കുന്നത്, റോൾ ഔട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ പിക്സൽ സീരീസുകൾക്കൊക്കെ, അത് പിക്സൽ അല്ലത് Android 15 ആണ്. അപ്പോൾ പിക്സൽ 9 സീരീസുകൾക്കൊക്കെ സാധനം കിട്ടും. ഇതെൻ്റെ പിക്സൽ 9 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അറിയില്ലോ, പിക്സൽ ഡിവൈസുകൾക്കായിരിക്കും നോർമലി ഫസ്റ്റ് വരിക. പക്ഷേ ഇപ്പോൾ വിവോ ഇതിനൊക്കെ വരുന്നുണ്ട് ആദ്യം തന്നെ. അപ്പോൾ ഇത് നമ്മുടെ സാംസങ് ഫോണുകൾക്കും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ എലിജിബിൾ ഫോണുകൾ പറയാം ഞാൻ. അത് A സീരീസും ഉണ്ട്, S സീരീസും ഉണ്ട്, അതുപോലെ തന്നെ Z സീരീസ് ഉണ്ട്, F സീരീസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഫോണുകൾ കിട്ടുമെന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യം നമ്മൾ പറയട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കടക്കേണ്ട മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കി വിളിക്കുന്നു, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ്. എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്നിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതിന് ശേഷം ഫിനാൻസിലേക്ക് മാറിയത് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇതിൽ ആക്ച്വലി നമ്മുടെ പുതിയ ഫീച്ചേഴ്സ് ആയിട്ട് ഒരു ലോഗ് വീഡിയോ സപ്പോർട്ട് കുറേ ഡിവൈസുകൾക്ക്, അതായത് ഇപ്പോൾ നമുക്ക് S25 സീരീസിൽ മാത്രമേ ഉള്ളൂ, S24 ഉണ്ടെന്നുണ്ട്, S23 ഒന്നും ഇല്ല. അപ്പോൾ ആ ലോഗ് വീഡിയോ സപ്പോർട്ട് കുറച്ച് അധികം ഡിവൈസുകൾക്കും ഇനി വരും. അതുപോലെ തന്നെ ഗാലറി റീഡിസൈൻമെൻറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫയൽ മാനേജ്മെൻറ്റും അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പുതിയ അപ്ഡേറ്റിൽ കേട്ടോ. അതായത് One UI 8 എന്ന് പറയുന്നത് Android 16 ആണ് കേട്ടോ. അപ്പോൾ Android 16 ഫീച്ചേഴ്സും ഇതിലുണ്ടായിരിക്കും. ഇനി ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് Z Fold 7, Z Flip 7 വരുന്ന പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട്. പിന്നെ എലിജിബിൾ ഡിവൈസസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ S24, S25 സീരീസ്, S23 സീരീസ്, S22 സീരീസും S21 സീരീസും. അതായത് S21ൻ്റെ മുകളിലുള്ള സീരീസുകൾക്ക് മാത്രമേ ഇനി One UI കിട്ടുള്ളൂ കേട്ടോ. S20ൻ്റെ മുമ്പത്തെ S10 ഒന്നും കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ Fold 6, Fold 5, Fold 4, Flip 6, Flip 5, Flip 4. പിന്നെ ഗാലക്സി A സീരീസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ A73, A56, A55, A54, A53, A35, A36, A34, A33, A25, A24, A23, A15. ഞാൻ അതിൻ്റെ അത് കൊടുക്കാട്ടാ, അതായിരിക്കും നല്ലത്. F സീരീസ് നോക്കുകയാണെങ്കിൽ F55ഉം F54ഉം F34ഉം F16ഉം F15ഉം F06ഉം വരുന്നുണ്ട് കേട്ടോ. ഇനി ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി ജസ്റ്റ് പറഞ്ഞോളൂ. അപ്പോൾ ഇതാണ് വന്നേക്കുന്ന ന്യൂസ്. ഇത് 100% കൺഫേം അല്ല, പക്ഷേ 98% ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ലിസ്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. അത് ആക്ച്വലി മെയിൻ അവരുടെ മീഡിയയിലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളി ഫേക്ക്, എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ആവില്ല. മെയിൻ മീഡിയ ലിസ്റ്റിലും അതുപോലെ തന്നെ ന്യൂസ് മീഡിയയിലൊക്കെ വന്നേക്കുന്ന സംഭവമാണ് കേട്ടോ. ലീക്സാണ്. അപ്പോൾ എന്തായാലും One UI 7 റോൾ ഔട്ട് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ One UI 8 എന്തായാലും നേരത്തെ വരും തന്നെ, അത് കൺഫേംഡ് ആണ്. അത് എന്തായാലും നേരത്തെ വരും. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ നോർമലി സാംസങ് ഇതുപോലെ അപ്ഡേറ്റിലൊന്നും ഇതുപോലെ ഉടായ്പോ അല്ലെങ്കിൽ ലേറ്റ് ഒന്നും ആവാറില്ല. ഈ ആദ്യമായിട്ടാണ് One UI 7 ഇങ്ങനെ ഒരു നീട്ടി വലിച്ച് ഒരു പരിവായത്. അപ്പോൾ എന്തായാലും അതിനൊരു എന്താ പറയുക എന്താ സംഭവിക്കാൻ വാക്ക് കിട്ടുന്നില്ല. അത് പറഞ്ഞപ്പോൾ ഓർത്തത്, നമ്മൾ ആക്ച്വലി ഈ JBLൻ്റെ ലൈവ് ബീം 3 ഞാൻ സെയിൽ ഔട്ട് ചെയ്യുന്നുണ്ട്. പുതിയ സാധനമാണ്, 1 മാസം ആവണമല്ലോ. നമുക്ക് 2 കൊല്ലം വാറണ്ടി ഉണ്ട്. ഞാൻ വാറണ്ടി രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തതാണ്. ആമസോണിൽ വാങ്ങിച്ചാണ്, ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ചാണ്. പിന്നെ അത് കൊടുക്കാനൊന്നും പറ്റിയില്ല. ഫുൾ പാക്കേജ് നമ്മൾ അൺയൂസ്ഡ് പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം, JBL ലൈവ് ബീം 15,000 രൂപയുടെ കാറ്റഗറിയിൽ വരുന്ന ഒരു മോഡലാണ്. നല്ല ബാക്കപ്പും നല്ല ഹെവി ബാസൊക്കെ ഇഷ്ടമുള്ളവർക്ക് സാധനം കിട്ടില്ല കേട്ടോ. ഡിസ്പ്ലേക്ക് വരുന്ന മോഡലാണ്, ബ്ലൂ കളറാണ്. അപ്പോൾ വാട്സപ്പ് ചെയ്യുക ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ഞാനത് ലിസ്റ്റിംഗ് പ്രൈസ് കൊടുത്തേക്കുന്നത് OLX കിട്ടുന്നിട്ടുള്ളൂ. 13,500 ആണ് കൊടുത്തേക്കുന്നത്. 14,999 നമുക്ക് ആമസോണിൽ പ്രൈസ് വരുന്നത്. ഞാൻ വാങ്ങിച്ച റേറ്റ് തന്നെയാണ്. അപ്പം നമുക്കത് എന്താ പറയുക, നെഗോഷിയേറ്റ് ചെയ്യാം കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. JBL വന്നിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.